എന്തൊരവസ്ഥയാന്ന് നോക്കിയേ. എൻ്റെ പൊന്നു ശ്രീലക്ഷ്മി, ഈ ട്രംപിൻ്റെ ഒരു കാര്യം കൊണ്ടേ പുള്ളിക്ക് ആരുടെ കയ്യിൽ എന്തിരുന്നാലും പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചെടുത്തിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ തമാശകൾ ഒരു പേജിൽ വന്നേക്കാണ്. ഇതുകൊണ്ടോ, കർത്താവിൻ്റെ കൈ കുരിശിരുന്നപ്പോൾ അദ്ദേഹത്തിന് കുരിശ് വേണം, അപ്പോൾ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കുരിശ് മേടിക്കുന്നതാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഇതാ ചോദിച്ച് വാങ്ങിക്കുന്ന ഒളിമ്പിക്സ് മെഡൽ. ഇതിലെനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് എന്താണെന്നറിയോ? വിംബിൾഡൺ വിമൻ സിംഗിൾസ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പിലെ മെഡൽ വാങ്ങിക്കുക മെഡൽ ജേതാവിൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ഇതേപോലെ കുറേ കാര്യങ്ങൾ, യൂട്യൂബിൻ്റെ ബട്ടൺ വാങ്ങിക്കുന്നു, അതുപോലെ തന്നെ ബാലെ കോമ്പറ്റീഷൻ്റെ പ്രൈസ് വാങ്ങിക്കുന്നു. ഇങ്ങനെ ആരുടെ കയ്യിൽ എന്തിരുന്നാലും ട്രംപിനത് വേണം. മരിയ കൊറീന മച്ചാഡോയിൽ നിന്ന് പിന്നെ നൊബേൽ പുരസ്കാരം വാങ്ങിക്കുന്നു. അപ്പോൾ ഇത് ഒന്ന്. രണ്ട്, കഴിഞ്ഞത് ഇപ്പം ദാവോസിൽ വേൾഡ് ഇക്കണോമിക് ഫോറം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ദാവോസിൽ ചെന്നിട്ട് എപ്പോഴും വേണമെന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടല്ലോ, അറിയില്ലേ? ഗ്രീൻലാൻഡ്. അപ്പോൾ ഗ്രീൻലാൻഡ് വേണം എന്ന് പറഞ്ഞ് അവിടെ പോയി ഗ്രീൻലാൻഡിനെ കുറിച്ച് ഇങ്ങനെ ആവേശഭരിതനായി സംസാരിച്ചപ്പം ആളിന് ഗ്രീൻലാൻഡും ഐസ്ലൻഡും തമ്മിൽ ഒരു കൺഫ്യൂഷനായി. എന്നിട്ട് അദ്ദേഹം പറയണ വലിയൊരു പീസ് ഓഫ് ഐസാണ്. എന്നിട്ട് പിന്നെ ഗ്രീൻലാൻഡിനെ ഐസ്ലൻഡ് എന്ന് പലതവണ നാക്കുപിഴ സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് കുറേ മീം വന്നിട്ടുണ്ട്. ഇത് കണ്ടോ? അതെ അതെ, ഒളിച്ചിരിക്കുക, നാണം കിട്ടിട്ട് ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഇനി ദാവോസിൽ തന്നെ പണ്ട് ട്രംപിൻ്റെ ഫ്രണ്ടായിരുന്നല്ലോ മസ്ക്. അപ്പോൾ മസ്ക് ട്രംപിനെ കളിയാക്കുന്നുണ്ട്. അതിനകത്ത് പറയാണ്, ട്രംപ് പറയുന്ന ഈ പീസ് എന്നെപ്പോഴും പറയില്ലേ, സമാധാനത്തിൻ്റെ PACE. അപ്പോൾ ആ പീസാണോ PIECE, കഷ്ണം എന്നുള്ളതിൻ്റെ പീസാണോ? കാരണം കുറച്ച് കഷ്ണം വെനസ്വേലയുടെ ഞങ്ങൾക്ക് വേണം, കുറച്ച് ഗ്രീൻലാൻഡിൻ്റെ വേണം, അതാണോ എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ശരിയാണ്. അപ്പോൾ ഇത് ആങ്കർ ആണെങ്കിൽ അത് വലിയ തമാശയായിട്ട് എടുത്ത് ഇതും വൈഡായിട്ട് പ്രചരിക്കുന്ന ഒരു സംഭവമായി അടുത്തിടെയായിട്ട്. I heard about the formation of the Peace Summit, and I was like, is that PIECE? You know, a little piece of Greenland, a little piece of Venezuela. we got one. All we want is peace. വേറൊരു കാര്യം, ഈ ഗ്രീൻലാൻഡിലേക്ക് ട്രംപ് പോയത് എങ്ങനെയാണെന്നറിയാമോ? കാരണം ഇതിലും ഒരു കാർട്ടൂൺ ഉണ്ട്. അപ്പോൾ ഇത് ഹിന്ദുവിൽ വന്ന കാർട്ടൂണാണ്. ഡോക്ടർ വന്നിട്ട് ട്രംപിൻ്റെ അടുത്ത് പറയാണ്, ഓയിൽ ഈസ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. കാരണം യുക്രൈനിൽ പോയിട്ട് അവിടെ ഓയിലുണ്ട്, എവിടെയൊക്കെ ഓയിലുണ്ട്, അതെല്ലാം എനിക്ക് വേണം. വെനസ്വേലയിൽ ഓയിലുണ്ട്, അതെനിക്ക് വേണമെന്നല്ലേ. അപ്പോൾ ഇവിടെ ഓയിൽ ആരോഗ്യത്തിന് കൊള്ളുകയല്ല എന്ന് പറയുമ്പം അദ്ദേഹം പറയുന്നത് കേട്ടോ, then I should go for something green. എന്നിട്ട് ഗ്ലോബിൽ നോക്കുമ്പോൾ ഗ്രീൻലാൻഡ്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഗ്രീൻലാൻഡിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം ഈ ദാവോസിൽ പോയപ്പോൾ ട്രംപിൻ്റെ ഈ വലത്ത് കൈയുടെ ഒരു ഫോട്ടോ ഇങ്ങനെ വളരെയധികം ശ്രദ്ധയാർജിച്ചേക്കുക. കണ്ടോ എന്താ സംഭവം? ഒരു വലിയ പാട് പോലെ ഉണ്ട്. അപ്പോൾ ട്രംപിന് നേരത്തെ തന്നെ വെയിനുമായി ബന്ധപ്പെട്ടൊരു അസുഖമുണ്ട്. അതാണ് ഈ പാട്. അപ്പോൾ പലപ്പോഴും മേക്കപ്പ് ചെയ്ത് മറയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പുള്ളി അത് ഹൈഡ് ചെയ്യാറുണ്ട് അദ്ദേഹം. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ വക്താവ് കാരൻ ലെവിറ്റ് പറഞ്ഞേക്കുന്നത് വൈറ്റ് ഹൗസിലെ ആ സൈൻ ചെയ്യുന്ന ഒരു ടേബിളില്ലേ, ആ സൈൻ ചെയ്യുന്ന ടേബിളിൽ കൈ തട്ടിയതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇനി അങ്ങനെ ടേബിളിൽ കൈ തട്ടിയാൽ ഇങ്ങനെ ഒരു പാട് വരുമോ? കൈ തട്ടിയാണോ നിങ്ങൾ ഒരു പാടൊന്നും വരുന്നില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ വെയിനിന് എന്തെങ്കിലും അസുഖമുണ്ടോ, ട്രംപിൻ്റെ ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാവുമോ? നമുക്ക് നോക്കാം അല്ലേ? നോക്കാം. ഓക്കെ.